സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നമ്മളോടൊപ്പം ചേരുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റായ അമൃത നമ്മളോടൊപ്പം ചേരുകയാണ്. അമൃത, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അമൃതയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ഞാൻ ഇത് ഇപ്പം ഒരു വർഷത്തോളമായിട്ട്, അതായത് കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഫിലിമിലേക്ക് കയറുന്നത്. അതെൻ്റെ ഫ്രണ്ട് മുഖേനയാണ് പോകുന്നത്. എനിക്ക് എന്താ പറയുക, ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ അവൻ ഡീൽ ചെയ്തായിരുന്നു. ഓൾറെഡി കോർഡിനേറ്ററിനെ സംസാരിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇവളൊന്ന് ശ്രദ്ധിക്കണം, അപരിചിതരായ ഒരുപാട് ആൾക്കാരുണ്ടാകും, അപ്പോൾ അവരൊന്ന് നമ്പറൊന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ മുഖേന ഞാൻ ഫിലിമിലേക്ക് കയറുകയും തുടർന്ന് കോർഡിനേറ്റേഴ്സ് വേറെ ഒരു മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കുക എന്നുള്ള ഒരു രീതി അല്ലാതെ നമ്മളോട് ഒരു എന്താ പറയുക, മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന തരാതെ നമുക്ക് തുച്ഛമായ ഒരു കൂലി, നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു കൂലി ഒരു 2000 അല്ല 1500 ആണ് ജൂനിയർ ആർട്ടിസ്റ്റിന് മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തരാതെ 500 അല്ല താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 500 എന്നുള്ള രീതിയിലേക്ക് തരികയും നമുക്ക് കൂലി തരുമ്പം തന്നില്ല എന്നാൽ പോയിക്കൂടെ എന്നുള്ള രീതിയിൽ ഒരു അടിമയെ പോലെ രീതിയിലേക്ക് പെരുമാറുന്ന ഒരു സംഭവം വന്നപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ചെറുപ്പത്തൊട്ടേ എനിക്ക് ഈ ഒരു അഭിമാന പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അഭിമാനത്തിന് പ്രശ്നം വരുന്നില്ല, താഴ്ന്നു നിൽക്കുന്ന ഒരു പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ തന്നില്ലല്ലോ, ലേറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറ്റാത്തൊരു കാര്യം. അപ്പം ഞാനതിൽ നിന്ന് മാറി നിന്നു. എനിക്ക് ഈ ക്രൗഡിലേക്ക് ഞാൻ പോകത്തില്ല, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇനി നിൽക്കത്തില്ല. ഇനിയൊരു ക്യാരക്ടർ റോളോ കഥാപാത്രമോ അങ്ങനെ ഒരു ഒരു ഡയലോഗ് സീനോ അങ്ങനത്തെ നല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ, നല്ല ടീമിൻ വർക്ക് വരികയാണെങ്കിൽ മാത്രം ഇനി ഇതിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ഈ വർഷം തന്നെ ഈ ഫെബ്രുവരി മാസത്തിലാണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു ഷൈജു പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞിട്ട് ഒരു ഷൈജു എന്ന് പറയുന്ന ആൾ എനിക്ക് വാട്സപ്പ് ചെയ്യുന്നത്. അമൃതയല്ലേ, ഞാൻ ഷൈജു ആണ്, പ്രൊഡ്യൂസറാണ്, ഒരു വർക്കുണ്ട്, അമൃത തയ്യാറാണോ? ഞാൻ പറഞ്ഞു സാർ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അമൃത എനിക്ക് ഡീറ്റെയിലായിട്ട് സംസാരിക്കണം, കോൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ, കോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം രാത്രി 10 മണിക്ക് ശേഷം വീട്ടിൽ കോൾ അലൗഡ് അല്ല, അമ്മ വഴക്ക് പറയും, അതുകൊണ്ട് എന്തായാലും കോൾ പറ്റത്തില്ല. ചേട്ടന് ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് വിട്ടോളൂ, ഞാനത് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടിട്ട് ഞാൻ അതിൻ്റെ മറുപടി ടെക്സ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ വർക്കിൻ്റെ കാര്യമല്ലേ, സിനിമയുടെ കാര്യമല്ല. അപ്പോൾ ഞാൻ സിനിമയുടേതായാലും വർക്കിൻ്റെ കാര്യം എന്ത് തന്നെ ആയാലും 10 മണിക്ക് ശേഷം കോൾ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ രാവിലെ അങ്ങനെയാണ്, രാവിലെ നമുക്ക് പകൽ സംസാരിക്കാമെന്ന്. അപ്പം പറഞ്ഞു അങ്ങനെയാണ് ഈ വർക്ക് ക്യാൻസൽ ചെയ്യുക, അടുത്ത വർക്കിന് വിളിക്കാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്ത് അങ്ങേരും വാട്സപ്പ് ക്ലോസ് ചെയ്ത് അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞു എടാ ഞാൻ അന്ന് വിളിച്ച ആളാണ്, ഒരു വർക്ക് വന്നിട്ടുണ്ട്, നല്ല വർക്കാണ്, നല്ല ഡയലോഗ് സീനും ഒക്കെ ഉണ്ട്, ക്യാരക്ടർ റോളാണ്, ടൊവിനോ, കുഞ്ചാക്ക ബോബൻ, നിവിൻ പോളി, അപർണ ബാലമുരളി, അങ്ങനെ കുറച്ച് നടന്മാരുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക് കിട്ടിയ ക്യാരക്ടർ. അപ്പോൾ അമൃതയ്ക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു യെസ് എനിക്ക് താല്പര്യമുണ്ട്, കാരണം ഏത് ജൂനിയർ ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ് ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എഗ്രിമെൻ്റ് എഴുതണം അമൃത, 2,40,000 ആണ് അമൃതയ്ക്ക് പറഞ്ഞ പേയ്മെൻറ്റ്, 50,000 രൂപ അഡ്വാൻസ് ആയിട്ട് തരും, ബാക്കി പേയ്മെൻറ്റ് അഭിനയിച്ച് കഴിയുമ്പോൾ കയ്യിൽ തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം പറഞ്ഞു എപ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ്, എപ്പോഴാണ് എഗ്രിമെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് തീരുമാനിച്ചോളൂ, സാറിൻ്റെ ഡേറ്റ് പറഞ്ഞോളൂ, ഞാൻ എപ്പോഴാണെങ്കിലും റെഡിയാണെന്ന്. അപ്പം പറഞ്ഞു എടാ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത ഒന്നും വിചാരിക്കരുത്, എന്താ വെച്ചാൽ ഫിലിം ഫീൽഡല്ലേ, അമൃതയോട് ആരെങ്കിലും ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിന് വരികയാണെങ്കിൽ അമൃത തയ്യാറാകുമോ? ഞാൻ പറഞ്ഞു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പം പറഞ്ഞു എടാ ഫിലിം ഫീൽഡല്ലേ, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എടാ അത് ഡയറക്ടറുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റായിട്ട് കിടക്ക പങ്കിടാനോ അങ്ങനെ കൂടെ കിടക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല,
മൂവിയിലേക്ക് വരുന്നത് എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, അല്ലാതെ ഈ വക കാര്യങ്ങളിലേക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ അമൃത, ഈ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പെൺപിള്ളേരുണ്ട്. അമൃതയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ നിങ്ങളിങ്ങനെ ഈ പെമ്പിള്ളേരോട് മാത്രം എനിക്ക് അപ്പം അവിടുത്തെ സ്പോട്ടിൽ തന്നെ എനിക്ക് അത് ചോദിച്ചില്ല, എനിക്ക് മനസ്സമാധാനം ഉള്ളിൽ പെട്ടെന്ന് തോന്നി. ഞാൻ അയാൾ ചോദിക്കുകയും ചെയ്തു, നിങ്ങളിങ്ങനെ പെമ്പിള്ളേരോട് ചെയ്യുന്നത് തെറ്റല്ലേ, ആമ്പിള്ളേരോട് മാത്രം നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ, പെമ്പിള്ളേരോട് മാത്രം എന്തെങ്കിലും ഇങ്ങനെ അനീതി കാണിക്കുന്നത് ഇത് വലിയ തെറ്റല്ലേ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ അത് ഇത്രയും തുക തന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത്രയും പേയ്മെൻറ്റ് തന്ന് പിന്നെ ഫേമസ് ആക്കുക, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന നിങ്ങളെ ഫേമസ് ആക്കുക, അല്ലെങ്കിൽ വേറൊരു മൂവിയിലേക്ക് ചാൻസ് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഇത്രയും തുകയൊക്കെ തരുന്നത് കൊണ്ട് നിങ്ങൾ എന്തായാലും അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവേണ്ടി ഫിലിം ഫീൽഡാണ് അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് നിങ്ങൾ ഇത്രയും തുക തരുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇത്രയും തുക കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നതെങ്കിൽ സാർ നിങ്ങളെനിക്ക് തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച് തരാം, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച് തരാം, നിങ്ങളെനിക്ക് തുക തരണ്ട, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന തുക തന്നാലും മതി, എനിക്ക് അതിൽ ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ക്യാരക്ടർ റോൾ കിട്ടുകയാണെങ്കിൽ എനിക്കത് വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയതാണ്. അപ്പം പറഞ്ഞു എടാ അതില്ല, അത് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ആൾക്കാരുണ്ട്, അവർക്ക് അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അമൃതയെ വിളിച്ചത്, ഇപ്പം അമൃതയ്ക്ക് താല്പര്യമില്ലെങ്കിലും വേണ്ട, ഞങ്ങൾ മറ്റു ആൾക്കാരെ വെച്ച് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞു വേറെ റോള് വരുന്നുണ്ട് അമൃത, 2000-3000 ഒക്കെ പെർ ഡെയിലി കിട്ടുന്ന വേറെ വർക്ക് ചെറിയ ചെറിയ സീനുള്ള ഇത് വരുന്നുണ്ട്, അതിന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ വെച്ചു. അതാണ് ആദ്യത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത്.